Hello, another session of improvement program. ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് തീർച്ചയായും പ്രതീക്ഷിക്കാവുന്ന ഗ്രാമർ ക്വസ്റ്റ്യൻസിനെയാണ് നാം ഇവിടെ പരിചയപ്പെടുന്നത്. ആ ഗ്രാമർ ക്വസ്റ്റ്യൻസിൽ 3 സ്പെസിഫിക് ടോപ്പിക്സാണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദീസ് ടോപ്പിക്സ് ആർ 1. The conditional clause. We call this if clause also. Okay, it's called if clause also. The second item we are going to see is active passive conversion. Active passive conversion. And the third we are going to see is what we call the reported speech. ഇത് കൂടാതെ മറ്റ് ഐറ്റംസും ഗ്രാമറിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ആകെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഗ്രാമറിൻ്റെ പേഴ്സൻ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. പക്ഷേ ഈ കുറഞ്ഞ പേഴ്സൻറ്റിൽ വരുന്ന ഗ്രാമർ ക്വസ്റ്റ്യൻസ് കൂടുതൽ വെയിറ്റേജ് ഉള്ളതായിരിക്കും. ഇതിലെ ഓരോ ചോദ്യങ്ങൾക്കും 2 മുതൽ 3 വരെ സ്കോർ സാധ്യമാണ്. അപ്പോൾ അതുകൊണ്ട് യു ഹാവ് ടു ബി വെരി കെയർഫുൾ വെൻ യു ആർ ഡീലിംഗ് വിത്ത് ദിസ് ക്വസ്റ്റ്യൻസ്. ആൻഡ് പ്ലീസ് റിമെമ്പർ, ഇൻ ഗ്രാമർ യു ആർ ഐദർ റൈറ്റ് ഓർ റോങ്. അല്ലാതെ ഇതിന് തെറ്റോ ശരിയോ എന്നല്ലാതെ ഇതിന് ഇടയിലുള്ള ഒരു കോംപ്രമൈസ് ഗ്രാമറിൽ സാധ്യമല്ല. അതുകൊണ്ട് പൂർണ്ണമായും ശ്രദ്ധയോടെ ഏകാഗ്രതയോടെ ചെയ്യേണ്ടുന്ന ഒരു ഐറ്റമാണ് ഗ്രാമർ ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. അതിൻ്റെ പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ വളരെ കുറച്ച് എഴുതി കഴിഞ്ഞാൽ പൂർണ്ണമായ മാർക്കും ലഭിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്ലസ് പോയിൻ്റ്. അതിൻ്റെ ഡിഫിക്കൽട്ടി എന്താണെന്ന് വെച്ചാൽ ഇഫ് ദർ ഇസ് എ സ്ലൈറ്റ് സ്ലിപ്പ് ഫ്രം യുവർ സൈഡ് ദ ഹോൾ സ്കോർ ഈസ് ഗോൺ. നമ്മുടെ ഭാഗത്തു നിന്നുള്ള ചെറിയൊരു അശ്രദ്ധ കൊണ്ടുപോലും ആ ഗ്രാമറിന് ലഭിക്കാവുന്ന വെയിറ്റേജ് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധ എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ ചോദ്യം നന്നായി മനസ്സിലാക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. സത്യത്തിൽ ഈ 3 ക്വസ്റ്റ്യൻസും വളരെ എളുപ്പമാണ്. ഇതിൻ്റെ ഒരു പാറ്റേൺ, ഇതിൻ്റെ ഒരു ഘടന മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് 3ഉം വളരെ എളുപ്പമാണ്. ഐ വിൽ ഇൻട്രൊഡ്യൂസ് ദീസ് 3 ക്വസ്റ്റ്യൻസ് ടു യു. നമ്പർ 1 ഈസ് കണ്ടീഷണൽ ക്ലോസ്. ഒരു കണ്ടീഷൻ, ഓക്കെ, ഒരു നിബന്ധന വെച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ഒരു ക്ലോസിനെയാണ്, ഒരു വാക്യ അംശത്തെയാണ് കണ്ടീഷണൽ ക്ലോസ് എന്ന് വിളിക്കുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ ഈഫ് ക്ലോസ് എന്ന് വിളിക്കും. ഓക്കെ, വി കോൾ ഇറ്റ് ഐദർ കണ്ടീഷണൽ ക്ലോസ് ഓർ ഈഫ് ക്ലോസ്. ഈ ഈഫ് ക്ലോസ് എന്ന് വിളിക്കുന്നത്, കണ്ടീഷണൽ ക്ലോസ് എന്ന് വിളിക്കുന്നത് 3 തരത്തിൽ നമുക്ക് ഇംഗ്ലീഷിൽ സാധ്യമാണ്. ആ 3 തരത്തിൽപ്പെട്ട കൺവേർഷനുകളുമാണ് കണ്ടീഷണൽ ക്ലോസ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കുന്നത്. സെക്കൻഡ് ഈസ് ആക്റ്റീവ് പാസീവ് കൺവേർഷൻ. ഇത് വളരെ എളുപ്പമാണ്. ഒരു സെൻറ്റൻസിൽ അതിൻ്റെ സബ്ജക്റ്റ് പാർട്ട് ആക്റ്റീവ് ആണെങ്കിൽ അതിനെ ആക്റ്റീവ് സെൻറ്റൻസ് എന്നും, അതിൻ്റെ സബ്ജക്റ്റ് പാർട്ട് പാസീവ് ആണെങ്കിൽ അതിനെ പാസീവ് സെൻറ്റൻസ് എന്നും വിളിക്കും. അതായത് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് പാർട്ട് ആക്റ്റീവ് ആണെങ്കിൽ അത് ഒരു ആക്റ്റീവ് വോയിസ് സെൻറ്റൻസും, അതേ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് പാർട്ട് തന്നെ പാസീവ് ആണെങ്കിൽ അതിനെ പാസീവ് വോയിസ് സെൻറ്റൻസ് എന്നും വിളിക്കും. അപ്പോൾ ആക്റ്റീവ് എന്താണെന്നും പാസീവ് എന്താണെന്നും അറിയണം. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ സജീവം എന്നാണ് അർത്ഥം. കർത്താവ്, ഒരു വാചകത്തിലെ കർത്താവിൻ്റെ അംശം, കർത്തൃത്വാംശം സജീവമാണെങ്കിൽ അതിനെ ആക്റ്റീവ് വോയിസ് എന്ന് വിളിക്കുന്നു. അത് സജീവമല്ലെങ്കിൽ, നിർജീവമാണെങ്കിൽ എന്നല്ല ഞാൻ പറയുന്നത്, സജീവമല്ലെങ്കിൽ അതിനെ പാസീവ് വോയിസ് എന്ന് വിളിക്കുന്നു. ഒരു വാചകത്തിലെ കർത്താവ്, സബ്ജക്റ്റ് പാസീവാണ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരേ കാര്യം തന്നെ നമുക്ക് ആക്റ്റീവ് വോയിസായും പാസീവ് വോയിസായും പറയാം. മൂന്നാമത്തെ ചോദ്യം റിപ്പോർട്ടഡ് സ്പീച്ചാണ്. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് റിപ്പോർട്ടഡ് സ്പീച്ചാണ്. ഓക്കെ, ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നും അറിയപ്പെടുന്നത് ഇതേ ടൈപ്പ് ഓഫ് ഗ്രാമർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് സജസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു നരേറ്റർ, ഒരു സ്പീക്കർ പറഞ്ഞ ഒരു കാര്യം നാം റിപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. അതായത് വർത്തമാനകാലത്തിൽ ഇപ്പോൾ ഒരാൾ പറയുന്ന ഒരു കാര്യം നാം പിന്നീട് അയാൾ പറഞ്ഞതായി പറയുകയാണെങ്കിൽ അത് റിപ്പോർട്ടഡ് സ്പീച്ചായി മാറിക്കഴിഞ്ഞു.
Okay, so you are reporting somebody's words as spoken by him. ഒരാൾ എങ്ങനെയാണോ ഒരു കാര്യം പറഞ്ഞത് ആ പറഞ്ഞ രീതിയിൽ മൂന്നാമതൊരാളോട് നമ്മൾ പറയുന്നതിനെയാണ് റിപ്പോർട്ടർ സ്പീച്ച് എന്ന് പറയുന്നത്. ഈ 3 ക്വസ്റ്റ്യൻസിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഇൻ ഡീറ്റെയിൽ. പ്ലീസ് റിമെമ്പർ, I tell you again, these 3 questions are very easy questions and it's very easy to score marks in these 3 questions. So please be very careful, okay, and look at the patterns which we are going to discuss. Okay, let's look at the conditional clause first. We say that 3 types of conditional clauses are there. I'm going to give you the 3 types first. Okay, we call it the if clause or the conditional clause. I repeat once again, the if clause or the conditional clause is speaking of a condition. ഒരു വാചകത്തിൽ നമ്മളൊരു കണ്ടീഷനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ, ഒരു നിബന്ധനയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ, ഒരു സാധ്യതയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ അത്തരം വാചകങ്ങളെ കണ്ടീഷണൽ ക്ലോസ് സ്ട്രക്ചേഴ്സ് എന്ന് വിളിക്കും. ഇവിടെ എന്താണ് ക്ലോസ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, എ ക്ലോസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിത്ത് എ ഫൈനൈറ്റ് വേർബ് ഇൻ ഇറ്റ് എന്നാണ് അതിൻ്റെ ഡെഫിനിഷൻ. അതായത് വാചകങ്ങളെ നമ്മൾ തരംതിരിക്കുന്ന സമയത്ത് 3ആയി നമുക്ക് തരംതിരിക്കാം. ഒന്ന് ഫ്രേസ് എന്നാണ്. ഫ്രേസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എന്നേ അർത്ഥമുള്ളൂ. ആകെ ഒരു ഡിഫറൻസ് ഉള്ളത് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിത്തൗട്ട് എ വേർബ്. ഈ ഫ്രേസ് എന്ന് പറയുന്നതിനകത്ത് ഒരു വേർബിൻ്റെ സാന്നിധ്യം ഉണ്ടാവില്ല, ഒരു ക്രിയാരൂപത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഫ്രേസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ദ blue new car. Okay, anything. The best participant. ഇങ്ങനെയുള്ള these are just collection of words. വാക്കുകളുടെ ഒരു ജസ്റ്റ് ഒരു ഗ്രൂപ്പ് മാത്രമാണ്. ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബട്ട് ഇവിടെ ഈ ഫ്രേസ് എന്നുള്ള രീതിയിൽ ഇത് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ദ ന്യൂ ബ്ലൂ കാർ, ഓക്കെ, ദ ബെസ്റ്റ് പാർട്ടിസിപ്പൻറ്റ്, ഈ തരത്തിലുള്ള ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ ഇതിനകത്തൊരു ക്രിയാരൂപം വരുന്നില്ല. അതുകൊണ്ട് ഇതിനെ ഫ്രേസ് എന്ന് വിളിക്കുന്നു. ഇത് ഒരു ടൈപ്പാണ്, റൈറ്റ്. സെക്കൻഡ് ടൈപ്പ് ഈസ് വാട്ട് യു കോൾ ദ ക്ലോസ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കണ്ടീഷണൽ ക്ലോസസ് ആണെന്ന് റിമെമ്പർ ദാറ്റ് വി ആർ ഡിസ്കസിങ് conditional clauses. Clause is again a group of words. വാക്കുകളുടെ ഒരു കൂട്ടം തന്നെയാണ്. പക്ഷേ ഫ്രേസും ക്ലോസും തമ്മിലുള്ള ഒരു ഡിഫറൻസ്, ക്ലോസ് എന്ന് പറയുന്നതിനകത്ത് എപ്പോഴും നമുക്ക് ഒരു ഫൈനൈറ്റ് വേർബ് ഉണ്ടാവും. ഫൈനൈറ്റ് വേർബ് എന്ന് പറഞ്ഞാൽ ക്രിയ, ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ നിശ്ചിതമായ ഒരു ക്രിയാരൂപം. അത് നിശ്ചിതം എന്ന് പറയുന്നത് അതിൻ്റെ കാലം സ്പെസിഫിക്കായ, ആ ക്രിയയുടെ ഏത് കാലത്തിലാണ് ആ ക്രിയ എന്നുള്ളത് സ്പെസിഫിക് ആയിരിക്കും എന്നുള്ളത് കൊണ്ടാണ് അതിനെ ഫൈനൈറ്റ് വേർബ് എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടെ ക്ലിയർ ആവും. വാട്ട് ഷീല സേസ്. ഓക്കെ, വാട്ട് ഷീല സേസ് എന്നുള്ളത് ഒരു ക്ലോസ് ആണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. വാട്ട് ഷീല സേസ് ഈസ് കറക്റ്റ് എന്ന് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ബിക്കംസ് എ ഫുൾ സെൻറ്റൻസ്. ഇപ്പോഴതൊരു ഫുൾ സെൻറ്റൻസ് ആയി. വാട്ട് ഷീല സേസ് ഈസ് കറക്റ്റ്. ഓക്കെ, പക്ഷേ ഇതൊരു ക്ലോസ് എന്നുള്ള രീതിയിൽ യു ഹാവ് ദിസ് മച്ച് ഓൺലി, ഇത്രയേ ഉള്ളൂ, വാട്ട് ഷീല സേസ്. ഓക്കെ, ഇവിടെ സേ എന്നുള്ള വേർബുണ്ട്. സെയ്സ് എന്നുള്ള അഡീഷണൽ എസ് അവിടെ കാണിക്കുന്നത് ഇത് പ്രസൻറ്റ് ടെൻസിലാണ് എന്നുള്ളതാണ്. സോ വാട്ട് ഷീല സെയ്സ് പ്രത്യേകം മനസ്സിലാക്കുക. ഒരു ഫ്രേസ് പോലെ തന്നെ ഇതിനൊരു കംപ്ലീറ്റ് മീനിങ് ഇല്ല. ഓക്കെ, എന്താണ് ഷീല പറയുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ സെൻറ്റൻസ് കംപ്ലീറ്റ് അല്ല, ഇതൊരു ക്ലോസ് ആണ്. അപ്പോൾ ഒന്നാമത്തത് ഫ്രേസ്, രണ്ടാമത്തത് ക്ലോസ്. ഇതിനെ അടുത്ത ഘട്ടത്തിൽ എത്തിക്കഴിയുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൻറ്റൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോഴാണ് അതൊരു വാചകമായി മാറുന്നത്. ഓക്കെ,
വി വിൽ ലുക്ക് അറ്റ് ദിസ്. വാചകമാവുന്ന സമയത്ത് ഇവിടെ ഈ വാചകം തന്നെ നോക്കുക. വാട്ട് ഷീല സേസ് ഈസ് കറക്റ്റ് എന്നെഴുതി കഴിഞ്ഞാൽ ദാറ്റ് ബിക്കംസ് എ സെൻറ്റൻസ്. കാരണം എന്താണ്? യു ഹാവ് എ സബ്ജക്റ്റ് പാർട്ട് ആൻഡ് യു ഹാവ് എ പ്രെഡിക്കേറ്റ് പാർട്ട്. ഈ വാചകത്തിനകത്ത് വാട്ട് ഷീല സേസ് ഈസ് എ സബ്ജക്റ്റ് ആൻഡ് ഈസ് കറക്റ്റ് ഈസ് ദ പ്രെഡിക്കേറ്റ്. ഇത് പ്രെഡിക്കേറ്റ് ആണ് എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാര്യം അതൊരു വെർബ് ഫ്രേസ് ആണ്. അവിടെ ഈസ് എന്നുള്ളത് വേർബ് ആണ്. കറക്റ്റ് എന്നുള്ളത് കോംപ്ലിമെൻ്റ് ആണ്. ഓക്കെ, ദാറ്റ് വിച്ച് കംപ്ലീറ്റ്സ് ദ സെൻറ്റൻസ്. കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു വാചകത്തെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഗ്രാമാറ്റിക് എലിമെൻറ്റിൻ്റെ പേരാണ് കോംപ്ലിമെൻ്റ്. അതൊരു ഒബ്ജക്റ്റ് അല്ല, കോംപ്ലിമെൻ്റ് ആണ്. ഓക്കെ, സോ ഇത് എന്താവുന്നു? ഒരു സെൻറ്റൻസായി മാറുന്നു. ഓക്കെ, അപ്പോൾ ഒരു ഫ്രേസ് ഉണ്ട്, ക്ലോസ് ഉണ്ട്, അതിൻ്റെ അടുത്ത ഘട്ടമാണ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, look at another example. Look at this example. The large new building which he bought is expensive. ഇത് ഒരു full sentence ആണ്. Why I have taken this example is we have the three items here. You have a phrase here, you have a clause here, and you have a full sentence here. ഈ ഒരു വാചകത്തിനെ നമുക്ക് ഇതിലെ ഒരു ഫ്രേസായും ഒരു ക്ലോസായും ഒരു വാചകം മുഴുവനായും നമുക്ക് തരംതിരിക്കാവുന്നതാണ്. ഇവിടുത്തെ ഫ്രേസ് ഏതാണ്? ഫ്രേസ് എന്ന് പറഞ്ഞാൽ വാക്കുകളുടെ ഒരു ഗ്രൂപ്പ് മാത്രമാണ്. ജസ്റ്റ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിത്തൗട്ട് എ ഫൈനൈറ്റ് വേർബ് ഈസ് കോൾഡ് എ ഫ്രേസ്. ഇവിടെ ഏതാണ്? ദ ലാർജ് ന്യൂ ബിൽഡിംഗ് ഈസ് എ ഫ്രേസ് ബിക്കോസ് ഇറ്റ് ഇസ് ജസ്റ്റ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആൻഡ് നോ വേർബ് ഇൻ ഇറ്റ്. അതിനകത്ത് വേർബില്ല, അത് വാക്കുകളുടെ ഒരു കൂട്ടം മാത്രമാണ്. ഇവിടെ ഈ ഒരു ഫ്രേസ് ഇതൊരു ഫ്രേസാണ്. എന്തൊക്കെയാണ്? ഇതൊരു ഫ്രേസാണ്. ശൈലി, ഫ്രേസിൻ്റെ അർത്ഥം ശൈലി എന്നാണ്. ശൈലിയാണ്. ഈ ഫ്രേസ് ഇവിടെ പ്രവർത്തിക്കുന്നത്, ഈ വാചകത്തിൽ ഇത് പ്രവർത്തിക്കുന്നത് ഈ വാചകത്തിൻ്റെ സബ്ജക്റ്റ് പാർട്ടായിട്ടാണ്. ഓക്കെ, ഇതിനോട് ദ ലാർജ് ന്യൂ ബിൽഡിംഗ് അതിനോട് കൂടെ നമ്മളൊരു ക്ലോസ് കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഒരു ക്ലോസ് കൂട്ടിച്ചേർത്തിരിക്കുന്നു. ആക്ച്വലി ഈ ക്ലോസ് എന്താ ഇവിടെ ചെയ്യുന്നത്? വിച്ച് ഹീ ബോട്ട് എന്നുള്ളത് നമ്മൾ ചെയ്യുന്നത് സത്യത്തിൽ ഈ ബിൽഡിംഗ് എന്നുള്ളതിനെ ക്വാളിഫൈ ചെയ്യുകയാണ്. ഓക്കെ, ഏത് ബിൽഡിംഗ് ആണോ അവൻ വാങ്ങിച്ചത്, അയാൾ വാങ്ങിച്ചത്, ആ ബിൽഡിങ്ങിനെ കുറിച്ചാണ് നാം പറയുന്നത്. അയാൾ ഏത് ബിൽഡിംഗ് ആണോ വാങ്ങിച്ചത് ആ ബിൽഡിംഗ് വളരെ വിലപിടിപ്പുള്ളതാണ് എന്നാണ് ഈ വാചകം. ഓക്കെ, അപ്പോൾ ഇത് വിച്ച് ഹീ ബോട്ട് എന്നുള്ളത് ബിൽഡിംഗ് എന്നുള്ളതിനെ ക്വാളിഫൈ ചെയ്യുന്ന ഒരു അഡ്ജക്റ്റീവൽ ക്ലോസ് ആണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇതൊരു ക്ലോസ് ആണ് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. വിച്ച് ഹീ ബോട്ട് എന്തുകൊണ്ടാണ് അതൊരു ക്ലോസ് ആവുന്നത്? അതിനകത്ത് ബോട്ട് എന്നുള്ള ഒരു ഫൈനൈറ്റ് വേർബ് കിടക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ബ്രിങ്ങിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ബോട്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഫൈനൈറ്റ് ആണ്. ഓക്കെ, കാലം സൂചിപ്പിക്കുന്ന ഒരു ക്രിയ അതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ ഈ ഭാഗം മാത്രം എടുക്കുകയാണെങ്കിൽ, വിച്ച് ഹീ ബോട്ട് എന്നുള്ളത് മാത്രം എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ്. അവിടെ 3 വാക്കുകളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വിച്ച് ഹീ ബോട്ട് എന്ന 3 വാക്കുകളുണ്ടെന്നേ ഉള്ളൂ. അതിന് കംപ്ലീറ്റ് മീനിങ് ഇല്ല. ഇഫ് യു ഡോണ്ട് ഹാവ് ദിസ് പാർട്ട് ആൻഡ് ദിസ് പാർട്ട്, വിച്ച് ഹീ ബോട്ട് എന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ ദാറ്റ് ഈസ് മീനിങ്ലെസ്. ഈ ഒരു പരിസരത്തിൽ ഈ ബിൽഡിംഗ് എന്നുള്ള വാക്കിനെ ക്വാളിഫൈ ചെയ്യാനായി ഇത് വരുമ്പോൾ മാത്രമാണ് അതിന് മീനിങ് വരുന്നത്. അതുകൊണ്ട് ദാറ്റ് ഈസ് ജസ്റ്റ് എ ക്ലോസ്. ഓക്കെ, ഈ ഭാഗം കൂടെ വരുമ്പോൾ ഇതാണ് ഇതിലെ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. ഈ വാചകത്തിലെ പ്രെഡിക്കേറ്റ് ഇതാണ്. പ്രെഡിക്കേറ്റ് ആകുമ്പോൾ ഇതിലെ ഒരു വേർബ് വേണം. ഓക്കെ, പ്രസൻറ്റ് ടെൻസ് ആണ്. ഈസ് എന്നുള്ളത് സിംഗുലർ ആണ്. കാരണം ഇവിടുത്തെ നൗൺ എന്ന് പറയുന്നത്, ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നൗൺ, ബിൽഡിംഗ് എന്നുള്ളത് സിംഗുലർ ആണ്. ബിൽഡിംഗ് ഈസ് എക്സ്പെൻസീവ് എന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഇത് ഈസ് എന്നുള്ളത് സിംഗുലർ ആണ്. രണ്ടാമത്തെ കാര്യം, ഈസ് എന്നുള്ളത് പ്രസൻറ്റ് ടെൻസ് ആണ്. ഇപ്പോൾ നടക്കുന്ന കാര്യം എന്നുള്ള അർത്ഥത്തിൽ പ്രസൻറ്റ് ടെൻസ് ആണ്. ഓക്കെ, and it is expensive. Okay, something is said about the building is expensive. It is a compliment, right? ഇത് 3 കൂടെ ചേർന്ന് കഴിയുമ്പോൾ the large new building which he bought is expensive എന്നുള്ളത് പൂർണ്ണമായാൽ ഒരു വാചകമായി മാറിക്കഴിഞ്ഞു. ഇതാണ് വാക്കുകൾ ഗ്രൂപ്പ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം.
ഇവിടെ നിന്നാണ് നമ്മൾ ഈഫ് ക്ലോസിലേക്ക് മടങ്ങിപ്പോകുന്നത്. അപ്പോൾ എന്താണ് ഒരു ക്ലോസ് എന്നുള്ളത് ഇപ്പോൾ ക്ലിയർ ആയിരിക്കും. എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിത്ത് എ ഫൈനൈറ്റ് വേർബ് ഇൻ ഇറ്റ് ഈസ് കോൾഡ് എ ക്ലോസ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വാചകത്തിലെ വേർബ് എന്ന് പറയുന്നത് ഈസ് ആണ്, അല്ലാതെ ബോട്ട് അല്ല. ബോട്ട് എന്നുള്ളത് വിച്ച് ഹി ബോട്ട് എന്നുള്ള ക്ലോസിലെ മാത്രം വേർബാണ്. ഓക്കെ, നൗ വി ഗോ ബാക്ക് ടു ദ ഈഫ് ക്ലോസ്. We speak of 3 different types of if clauses, conditional clauses in English. Number 1, 2, 3, I am marking them first type, second type and third type, okay, to simplify it. Number 1, look at this example. If he works hard, I am writing he will pass. One sentence. If he works hard, he will pass. I am writing the second sample. If he worked hard, he would pass. Second sample. And the third sample. If he had worked hard, he would have passed. The 3 samples. Look at these 3 samples. ഇത്ര മാത്രമേ ഈഫ് ക്ലോസിനെ സംബന്ധിച്ച് ടെക്നിക്കലായി നമുക്ക് അറിയാനുള്ളൂ. ഈ 3 രൂപത്തിലാണ് ഈഫ് ക്ലോസ് ഫങ്ഷൻ ചെയ്യുന്നത്. Look at this one. If he works hard. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് വർക്ക്സ് എന്നുള്ള സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഇവിടെ ഈ ക്ലോസിൽ വന്നിട്ടുള്ളത്. കണ്ടീഷണൽ ക്ലോസ്, ഈഫ് ക്ലോസിനാണ് കണ്ടീഷണൽ ക്ലോസ് എന്ന് വിളിക്കുന്നത്. കണ്ടീഷണൽ ക്ലോസിൽ ഇത്രയേ വന്നിട്ടുള്ളൂ. ഓക്കെ, ഹി വിൽ പാസ് എന്നുള്ളത് ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. 2 തരത്തിലുള്ള ക്ലോസുകളാണ്. ഇതൊരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ്, ആശ്രയിച്ച് നിൽക്കുന്ന ക്ലോസ് ആണ്. അതിന് പുറകെ വരുന്നത് അതും ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. അതിനകത്ത് ഒരു ഫൈനൈറ്റ് വേർബ് അടങ്ങിയിട്ടുണ്ട്. വിൽ പാസ് എന്നുള്ള ഒരു ഫൈനൈറ്റ് സ്ട്രക്ചർ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇഫ് ഹി വർക്ക്സ് ഹാർഡ്, അതിൻ്റെ ഈ സെൻറ്റൻസിൻ്റെ അടങ്ങിയിരിക്കുന്നത് 2 ഭാഗങ്ങളാണ്. ഒന്ന് ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസും ആശ്രയിച്ച് നിൽക്കുന്ന ക്ലോസും ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസുമാണ്. തനിയെ നിൽക്കാൻ കഴിയുന്ന ഒരു ക്ലോസുമാണ്. ഹി വിൽ പാസ് എന്ന തനിയെ നിൽക്കാൻ കഴിയുന്ന ഒരു ക്ലോസുമാണ്. ഇവിടുത്തെ ഡിപ്പെൻഡൻറ്റ് ക്ലോസിൽ, ആശ്രയിച്ച് നിൽക്കുന്ന ക്ലോസിൽ ഒരു വേർബ് ഉണ്ട്. ആ വേർബ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. വർക്ക്, വർക്ക്സ്. ഓക്കെ, ഹി എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ടാണ് ഇത് വർക്ക്സ് എന്നാവുന്നത്. ഹി വർക്ക്സ് ഹാർഡ്, ഹി വിൽ പാസ്. അവിടെ നോക്കുക, ഫസ്റ്റ് പാർട്ട് ഡിപ്പെൻഡൻറ്റ് ക്ലോസിൽ പ്രസൻറ്റ് ടെൻസ് ആണെങ്കിലും ഇവിടെ മെയിൻ ക്ലോസിൽ യൂസ് ചെയ്തിരിക്കുന്നത് സിമ്പിൾ ഫ്യൂച്ചറാണ്. ഓക്കെ, ഹി വിൽ പാസ് എന്നുള്ള സിമ്പിൾ ഫ്യൂച്ചർ കൺസ്ട്രക്ഷനാണ് അവിടെ വരുന്നത്. സോ ദിസ് ഈസ് റൂൾ നമ്പർ 1. ഓക്കെ, ഇഫ് ഹി വർക്ക്സ് ഹാർഡ്, ഹി വിൽ പാസ്. സോ ഇഫ് ദ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ഈസ് യൂസിങ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, ദ മെയിൻ ക്ലോസ് ഇൻ ദ സെയിം കണ്ടീഷൻ ക്ലോസ് സെൻറ്റൻസ് വിൽ ബി യൂസിങ് സിമ്പിൾ ഫ്യൂച്ചർ എന്നുള്ളതാണ് അതിൻ്റെ ഒരു റൂളായിട്ട് നമുക്ക് പറയാവുന്നത്. ഈ ഒരു സ്ട്രക്ചർ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എനി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ഡൺ ഇൻ ദ സെയിം പാറ്റേൺ. ഓക്കെ, ട്രൈ ഡിഫറെൻറ്റ് സെൻറ്റൻസസ്. ഓക്കെ, ഇഫ് ഷീ സിങ്സ് വെൽ, ഷീ വിൽ ഗെറ്റ് എ ഫസ്റ്റ് പ്രൈസ്. ഓക്കെ, ഇഫ് ഹി റൺസ് ഫാസ്റ്റ്, ഹി വിൽ റീച്ച് ഫസ്റ്റ്. ഇഫ് ഹി സ്റ്റഡീസ് ഹാർഡ്, ഹി വിൽ പാസ്. ഓക്കെ, ഇവിടെ എല്ലാം ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് സിമ്പിൾ ഫ്യൂച്ചറാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫസ്റ്റ് പാർട്ട് ഡിപ്പെൻഡൻറ്റ് ക്ലോസും സെക്കൻഡ് പാർട്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസുമാണ്, സ്വതന്ത്ര ക്ലോസുമാണ്. ഓക്കെ, ഇത് രണ്ടും കൂടെ ചേർന്നാണ് ഈ സെൻറ്റൻസ് ഉണ്ടാവുന്നത്. ലെറ്റ് us go to the second. ഓക്കെ, ഇഫ് ഹി വർക്ക്ഡ് ഹാർഡ്, ഹി വുഡ് പാസ് എന്നാണ് വരുന്നത്. ഓക്കെ, ഇവിടെയും അതേ പാറ്റേൺ ആണ്. 2 ക്ലോസുകളുണ്ട്, ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസും ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസുമുണ്ട്. ഡിപ്പെൻഡൻറ്റ് ക്ലോസിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് വേർബ്
സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഇഫ് ഹി വർക്ക്ഡ് ഹാർഡ്, ഇവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരുന്നു, ഇവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഇഫ് ഹി വർക്ക്ഡ് ഹാർഡ് ഹി വുഡ് പാസ്. ഓക്കെ, ഇതും ഫ്യൂച്ചർ തന്നെയാണ്. ഓക്കെ, ബട്ട് പാസ്റ്റ് ഇൻ ദ ഫ്യൂച്ചർ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. കാരണം വി ആർ നോട്ട് യൂസിങ് ഹി വിൽ പാസ്, വി ആർ യൂസിങ് ഹി വുഡ് പാസ്. ഓക്കെ, ദിസ് അഗെയിൻ ഈസ് ഫ്യൂച്ചർ ടെൻസ് ബട്ട് പാസ്റ്റ് ഇൻ ദ ഫ്യൂച്ചർ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഹി വുഡ് പാസ്. സെക്കൻഡ് ടൈപ്പ്. നൗ തേർഡ് ടൈപ്പ്, ഇഫ് ഹി ഹാഡ് വർക്ക്ഡ് ഹാർഡ്. ഓക്കെ, ഇഫ് ഹി ഹാഡ് വർക്ക്ഡ് ഹാർഡ് ഹി വുഡ് ഹാവ് പാസ്ഡ് എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ദ തേർഡ് ഫോം. വാട്ട് ഈസ് ദിസ്? ഹാഡ് പ്ലസ് വർക്ക് എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ടെൻസ് പറയുകയാണെങ്കിൽ ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. കാരണം ഇവിടെ ഹാഡ് എന്നുള്ള പാസ്റ്റ് മാർക്കറും വർക്ക്ഡ് എന്നുള്ള തേർഡ് പാർട്ടിസിപ്പൽ ഫോം. ഓക്കെ, തേർഡ് ഫോം ഓഫ് ദ വേർബാണ് വർക്ക്ഡ് എന്നുള്ളത്. സോ ഹാഡ് വർക്ക്ഡ് എന്നുള്ള പാസ്റ്റ് പെർഫെക്റ്റ് ഡിപ്പെൻഡൻറ്റ് ക്ലോസിൽ ഉപയോഗിച്ചിരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം അവൻ അന്ന് നന്നായി ജോലി ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ എന്നാണ് അർത്ഥം വരുന്നത്. ഹീ വുഡ് ഹാവ് പാസ്ഡ്, അവൻ പാസ്സായിട്ടുണ്ടാകുമായിരുന്നു എന്നാണ് അർത്ഥം. സോ ഇവിടെ വരുന്ന ഈ ടെൻസ് ഏതാണ്? ഹീ വുഡ് ഹാവ് പാസ്ഡ് എന്നുള്ളത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. വിൽ ഹാവ് പാസ്ഡ്, വുഡ് ഹാവ് പാസ്ഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. ഓക്കെ, ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. എങ്ങനെയാണത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആവുന്നത്? അവിടെ വുഡ് എന്നുള്ള ഓക്സിലറി വേർബിൻ്റെ കൂടെ ഹാവ് പാസ്ഡ് എന്നുള്ള പെർഫെക്റ്റ് ഫോമും കൂടെ തിരഞ്ഞെടുക്കും. അപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ് അവിടെ ആ ഒരു ടെൻസായിട്ട് യൂസ് ചെയ്യുന്നത്. ഡിപ്പെൻഡൻറ്റ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്, ഇൻഡിപെൻഡൻറ്റ് ക്ലോസിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ദിസ് ഈസ് ദ സിമ്പിൾ എക്സ്പ്ലനേഷൻ ഓഫ് ദ ഈഫ് ക്ലോസസ്. ഓക്കെ, അപ്പോൾ ഈ 3 സ്ട്രക്ചറും പഠിച്ചു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ വരുന്ന ഏത് ചോദ്യങ്ങളും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഐ ഷാൽ ഗീവ് യു an example of the questions in this way. ഇതിൽ വരാൻ പോകുന്ന ചോദ്യങ്ങളുടെ ഒരു മാതൃക ഒന്ന് കാണിക്കാം. Look at this. സാധാരണഗതിയിൽ ചോദിക്കുന്നത് ഈ ഒരു സെൻറ്റൻസിനകത്ത് ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസും ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസും ഉണ്ടാവും എന്ന് നമ്മൾ കണ്ടെത്തി. ഓക്കെ, ഒരു ആശ്രയിക്കുന്ന ക്ലോസും ഒരു സ്വതന്ത്ര ക്ലോസും ഉണ്ടായിരിക്കുമെന്ന് കണ്ടെത്തി. ചിലപ്പോൾ നിങ്ങൾക്ക് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് മാത്രം തരികയും സ്വതന്ത്ര ക്ലോസ് എഴുതാൻ പറയുകയും, നേരെ തിരിച്ച് ചിലപ്പോൾ സ്വതന്ത്ര ക്ലോസ് തരികയും ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എഴുതാൻ പറയുകയും ചെയ്യാം. ആ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഓക്കെ, if the team wins എന്ന് മാത്രം തരും. if the team wins, ബാക്കി നിങ്ങളോട് ഫിൽ ചെയ്യാൻ പറയുകയാണ്. you are asked to fill the rest of the sentence. okay, the country will be proud. അവിടെ അതിൻ്റെ ബാക്കി ഭാഗം ഫിൽ ചെയ്യാൻ പറയുന്നു. സോ വാട്ട് ഈസ് ദിസ്? ഇവിടെ ഈഫിലാണ് ഈ ക്ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറ്റ്സ് വെരി ക്ലിയർ ദാറ്റ് ദിസ് ഈസ് എ കണ്ടീഷണൽ ക്ലോസ്, കാരണം ഇറ്റ് ബിഗിൻസ് വിത്ത് ഇഫ്. മാത്രമല്ല ഇഫ് ദ ടീം വിൻസ് എന്നുള്ള ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണത്. നമ്മുടെ ടീം ജയിക്കുകയാണെങ്കിൽ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ജയിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് പറഞ്ഞിട്ടില്ല. ഇതിന് ശേഷം എന്താണ് സംഭവ്യമായിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടില്ല. ആ സംഭവിക്കാവുന്ന കാര്യമാണ് അവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഇഫ് ദ ടീം വിൻസ് ദ റെസ്റ്റ് യു ഹാവ് ടു ഫിൽ. ഇതാണ് ചോദ്യം. ഓക്കെ, ഈ ഭാഗം അവിടെ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കും. ഇഫ് ദ ടീം വിൻസ് ദ കൺട്രി വിൽ ബി പ്രൗഡ് ഓഫ് ദം, അല്ലെങ്കിൽ വി വിൽ ബി പ്രൗഡ് ഓഫ് ദം എന്ന് എഴുതി കഴിഞ്ഞാൽ ദി സെൻറ്റൻസ് ഈസ് കറക്റ്റ്. കാരണം എന്താണ്? ഇവിടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്,
ഈ ഡിപ്പെൻഡൻറ്റ് ക്ലോസിൽ യൂസ് ചെയ്തിരിക്കുന്നത്? ഇവിടെ വിൽ ബി പ്രൗഡ് എന്നുള്ള സിമ്പിൾ ഫ്യൂച്ചർ അതിൻ്റെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസിൽ വന്നിരിക്കുന്നു. റൈറ്റ്? ഡിപ്പെൻഡൻറ്റ് ക്ലോസിൽ സിമ്പിൾ പ്രസൻറ്റ് വന്നിരിക്കുന്നു. ഇൻഡിപെൻഡൻറ്റ് ക്ലോസിൽ അതിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അതിനോട് ചേരുന്ന സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിച്ചിരിക്കുന്നു. റൈറ്റ്? ഈ ഒരു രണ്ടാമത്തെ പാറ്റേൺ നോക്കുക. ഇതൊരു ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നോക്കുക. ദ കൺട്രി വിൽ ബി പ്രൗഡ്. ദ കൺട്രി വിൽ ബി പ്രൗഡ്. നമ്മുടെ ഒരു ക്ലൂ, ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാനൊരു ക്ലൂ വിൽ ബി പ്രൗഡ് എന്നുള്ള സിമ്പിൾ ഫ്യൂച്ചർ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനെ തുടർന്ന് വരുന്ന കാര്യം തീർച്ചയായും ഈ ദ കൺട്രി വിൽ ബി പ്രൗഡ് എന്നുള്ളത് ഫുള്ളാണ്. ഓക്കെ, ഇറ്റ് ഹാസ് എ കംപ്ലീറ്റ് മീനിങ്. രാജ്യത്തിന് അഭിമാനമുണ്ടായിരിക്കും. എപ്പോൾ എന്നുള്ളതായിരിക്കണം തീർച്ചയായും അടുത്ത് വരുന്ന ക്ലോസ്. അതുകൊണ്ട് തന്നെ അത് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ്, ഈഫ് ക്ലോസ് ആണ്. റൈറ്റ്? ദ കൺട്രി വിൽ ബി പ്രൗഡ് ഇഫ് ദ ടീം വിൻസ് ദ മാച്ച് എന്നെഴുതി കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഈഫ് ക്ലോസ് ആയി കഴിഞ്ഞു, ഈഫ് ഉണ്ട്. ദ ടീം വിൻസ് എന്നായി കഴിഞ്ഞു. അതായത് സിമ്പിൾ പ്രസൻറ്റൻസ് ആണ്. എന്തുകൊണ്ടാണ് സിമ്പിൾ പ്രസൻറ്റൻസ് ആയിരിക്കുന്നത്? ഇവിടെ സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കുമ്പോൾ അതിനോട് കറസ്പോണ്ടൻ്റായി വരേണ്ടത്, അതിനോട് ചേർന്ന് ഈ ക്ലോസിൽ വരേണ്ടത് സിമ്പിൾ പ്രസൻറ്റൻസ് ആണ്. ഇവിടെ വിൻസ് എന്നാവാൻ കാരണം ടീം എന്നുള്ളത് സിംഗുലർ ആണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത് സിംഗുലർ ആണ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ഇത് കറസ്പോണ്ട് ചെയ്യുന്നത് വിൽ ബി പ്രൗഡ് എന്നുള്ള സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിനോടാണ്. അപ്പോൾ ഇതാണ് ഈഫ് ക്ലോസിൻ്റെ ചോദ്യ മാതൃക. ഓക്കെ, ദാറ്റ് മച്ച് ഫോർ നൗ. വി വിൽ കം ബാക്ക് with a second type, active voice and passive voice, in the next video. Thank you.